ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ്. നമ്മുടെ +1 ക്ലാസ്സിലെ ടോപ്പിക്കാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. അപ്പോൾ നമുക്ക് ഈ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ നിങ്ങൾ ഈ ചാനലിലേക്ക് പുതിയതായിട്ടാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഒപ്പം തന്നെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തേക്കുക. അപ്പോൾ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താമസിക്കാൻ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷനാണ് ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ട് ആദ്യമായിട്ട് പ്രൊപ്പോസ് ചെയ്തത് RH വിറ്റക്കർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റാണ്. വന്നിട്ട് 1969 വന്നിട്ട് അദ്ദേഹം പ്രൊപ്പോസ് ചെയ്തത്. അപ്പം ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് RH വിറ്റക്കർ ഇൻ 1969. ഹി ഡിവൈഡഡ് ദ കിങ്ഡം ഇൻറ്റു, അദ്ദേഹം ആ ഒരു കിങ്ഡത്തിനെ വന്നിട്ട് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തേക്കുന്നത്. ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റ്സ് ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പം 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് RH വിറ്റക്കർ ആണ് 1969. അദ്ദേഹം വന്നിട്ട് ആ ഒരു കിങ്ഡത്തിനെ 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. ദാറ്റ് ഈസ് കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. പിന്നെ ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് ചില ക്രൈറ്റീരിയ ഒക്കെ അദ്ദേഹം യൂസ് ചെയ്തിരുന്നു. അപ്പോൾ എന്തിൻ്റെ ബേസിസിലാണ് ഇങ്ങനെ ക്ലാസിഫൈ ചെയ്തതെന്ന് വെച്ചാൽ അവരുടെ സെൽ സ്ട്രക്ചർ, ആ ഒരു ഓർഗാനിസത്തിൻ്റെ സെൽ സ്ട്രക്ചറിനെ ബേസ് ചെയ്ത്, പിന്നെ അതുപോലെ തന്നെ ബോഡി ഓർഗനൈസേഷനെ ബേസ് ചെയ്ത്, പിന്നെ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷനെ ബേസ് ചെയ്ത്, പിന്നെ റീപ്രൊഡക്ഷനെ ബേസ് ചെയ്ത് ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്തിട്ടൊക്കെയാണ് ഈ ഒരു 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ വന്നിട്ട് പ്രൊപ്പോസ് ചെയ്തത്. അപ്പം ഇതാണ് ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ പ്രൊപ്പോസ് ചെയ്തത് RH വിറ്റക്കർ ആണ് 1969. അദ്ദേഹം വന്നിട്ട് 5 ആയിട്ടാണ് ഡിവൈഡ് ചെയ്തത്. കിങ്ഡം മൊണീറ, കിങ്ഡം പ്രോട്ടിസ്റ്റ, കിങ്ഡം ഫംഗെ, കിങ്ഡം പ്ലാന്റേ ആൻഡ് കിങ്ഡം അനിമേലിയ. അപ്പം ഈ ഒരു ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് സെർട്ടൈൻ ക്രൈറ്റീരിയസ് ഒക്കെ ആവശ്യമായിരുന്നു. അതാണ് വന്നിട്ട് സെൽ സ്ട്രക്ചർ, ബോഡി ഓർഗനൈസേഷൻ, മോഡ് ഓഫ് ന്യൂട്രീഷൻ, റീപ്രൊഡക്ഷൻ ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്പ്. നമുക്ക് ഈ ഒരു ക്ലാസിഫിക്കേഷൻ നോക്കാം. അപ്പം ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ മൊണീറ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് അവർ പ്രൊക്യാരിയോട്ടിക് ആയിരിക്കും. പിന്നെ അവരുടെ സെൽ വോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നോൺ സെല്ലുലോസിക് ആയിരിക്കും. അവരുടെ സെൽ വോളിൽ വന്നിട്ട് പോളിസാക്രൈഡ്സ് ആൻഡ് അമിനോ ആസിഡ്സ് കൊണ്ടിട്ടായിരിക്കും ഇവരുടെ ഒരു സെൽ വോൾ വന്നിട്ട് ഫോം ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് നോൺ സെല്ലുലോസിക് ആയിരിക്കും. പിന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ വന്നിട്ട് ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ പ്രോക്യാരിയോട്ടിക്. അപ്പോൾ പ്രോക്യാരിയോട്ടിക്കിൻ്റെ കേസിൽ വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ഒന്നും ഇല്ലായിരിക്കും. അതുകൊണ്ട് തന്നെ ന്യൂക്ലിയർ മെംബ്രെയിൻ വന്നിട്ട് ഇവർക്ക് ആബ്സെൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് വൺ ഈസ് ബോഡി ഓർഗനൈസേഷൻ. അപ്പം മൊണീറയുടെ കേസിൽ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് സെല്ലുലാർ ആയിരിക്കും. ഇനി ഇവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഫോട്ടോട്രോപ്പിക്കും ഉണ്ട്, ഹെറ്ററോട്രോപ്പിക്കും ഉണ്ട്. അതിൽ ഓട്ടോട്രോപ്പിക്കിൽ വരുമ്പോഴത്തേക്കും കീമോസിന്തറ്റിക്കും ഉണ്ട്, ഫോട്ടോസിന്തറ്റിക്കും ഉണ്ട്. കീമോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ കെമിക്കൽസിൻ്റെ പ്രസൻസിൽ ചെയ്യുന്നത്, ഫോട്ടോസിന്തറ്റിക് എന്ന് പറഞ്ഞാൽ ലൈറ്റിൻ്റെ പ്രസൻസിൽ ചെയ്യുന്നത്. അത് ഹെറ്ററോട്രോപ്പിക് ഉണ്ടായിരിക്കും. ഹെറ്ററോട്രോപ്പിക് തന്നെ സാപ്രോഫൈറ്റിക്കും ഉണ്ട്, പാരസൈറ്റിക്കും ഉണ്ട്. സാപ്രോഫൈറ്റിക് എന്ന് പറയുമ്പോൾ ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓർഗാനിസത്തിൽ ഫീഡ് ഓൺ ചെയ്ത് ജീവിക്കുന്നവർ. ആൻഡ് പാരസൈറ്റിക് ഈസ് ദ ഡിപ്പെൻഡ് ഓൺ അതർ ഓർഗാനിസത്തിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നവർ. ഇപ്പം ഇതാണ് മൊണീറയുടെ ഒരു ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. ഇനി പ്രോട്ടിസ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് ആയിരിക്കും. പിന്നെ അവർക്ക് ചിലരിൽ വന്നിട്ട് സെൽ വോൾ പ്രസൻ്റ് ആയിരിക്കും. പിന്നെ ന്യൂക്ലിയർ മെമ്മറിനും അവർക്ക് പ്രസൻ്റ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ യൂക്യാരിയോട്ടിക് ഓർഗാനിസംസ്. അപ്പം യൂക്യാരിയോട്സിന് വന്നിട്ട് ഒരു വെൽ ഡിഫൈൻഡ് ആയിട്ടുള്ള ന്യൂക്ലിയസ് ആൻഡ് മെമ്മറൈൻ ബൗണ്ട് ഓർഗനൽസ് ഒക്കെ വന്നിട്ട് പ്രസൻ്റ് ആണ്. ദെൻ ദ ബോഡി ഓർഗനൈസേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രോട്ടിസ്റ്റയിൽ വരുമ്പോൾ സെല്ലുലാർ ആയിരിക്കും. പിന്നെ അവരുടെ മോഡ് ഓഫ് ന്യൂട്രീഷൻ എന്ന് പറയുന്നത് ഓട്ടോട്രോപ്പിക്കും ഹെറ്ററോട്രോപ്പിക്കും ആയിരിക്കും. ഓട്ടോട്രോപ്പിക്കിൽ ഫോട്ടോസിന്തറ്റിക് ആയിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇത്രയുമാണ് പ്രോട്ടിസ്റ്റയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ ഈസ് ഫംഗെ. ഫംഗിയുടെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് ആയിരിക്കും. അവർക്ക് സെൽ വോൾ പ്രസൻ്റ് ആണ്. അവരുടെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് കൈറ്റിൻ മെറ്റീരിയൽ വെച്ചിട്ടായിരിക്കും. ന്യൂക്ലിയർ മെംബ്രെയിനും പ്രസൻ്റ് ആണ്, ബിക്കോസ് ദേ ആർ യൂക്യാരിയോട്ട്. ദെൻ ദ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുമ്പോൾ ഇവർ മൾട്ടി സെല്ലുലാർ ആയിരിക്കും. പിന്നെ അതുപോലെ ലൂസ് ടിഷ്യൂ ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. ദേ ആർ മൾട്ടി സെല്ലുലാർ. ദെൻ ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ഹെറ്ററോട്രോപ്പിക് ആയിരിക്കും. ഫംഗി എന്ന് പറയുന്നത് സാപ്രോഫൈറ്റിക് ആൻഡ് പാരസൈറ്റിക് ഫോംസ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് പ്ലാന്റേ. ഇപ്പം പ്ലാന്റേയിലെ സെൽ ടൈപ്പ് എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് ആയിരിക്കും. സെൽ വോൾ വന്നിട്ട് പ്രസൻ്റ് ആയിരിക്കും. പ്ലാന്റ്സിലെ സെൽ വോൾ ഉണ്ടാക്കിയിരിക്കുന്നത് സെല്ലുലോസ് കൊണ്ടിട്ടാണ്. അപ്പോൾ സെൽ വോൾ ഈസ് മെയ്ഡ് അപ്പ് ഓഫ് സെല്ലുലോസ്. ദെൻ ന്യൂക്ലിയർ മെംബ്രെയിൻ പ്രസൻ്റ് ആയിരിക്കും, ബിക്കോസ് ദേ ആർ യൂക്യാരിയോട്ടിക്.
ആൻഡ് ദ ബോഡി ഓർഗനൈസേഷൻ ഈസ് ടിഷ്യൂ ഓർഗൻ ലെവൽ ആയിരിക്കും ഉണ്ടായിരിക്കുക പ്ലാന്റയിൽ വരുമ്പോൾ. ആൻഡ് ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് പ്ലാന്റ്സ് ആർ ഓട്ടോട്രോപ്പിക്, that is photosynthetic. They prepare their food with the presence of chlorophyll with the help of sunlight. So they are photosynthetic autotrophic organisms. And then animalia. അനിമേലിയയിൽ വരുമ്പോഴും സെൽ ടൈപ്പ് എന്ന് പറയുന്നത് യുക്യാരിയോട്ടിക് ആയിരിക്കും. ഇവരുടെ കേസിൽ സെൽ വോൾ വന്നിട്ട് ഇവർക്ക് ആബ്സെൻ്റ് ആണ്. ആനിമൽ സെല്ലിൽ സെൽ വോൾ ആബ്സെൻ്റ് ആണ്. ന്യൂക്ലിയർ മെമ്മറിയും പ്രസൻ്റ് ആയിരിക്കും ബിക്കോസ് ദേ ആർ യുക്യാരിയോട്ടിക് ഓർഗാനിസംസ്. ആൻഡ് ദ ബോഡി ഓർഗനൈസേഷൻ ഈസ് ടിഷ്യൂ ഓർഗൻ സിസ്റ്റം. ആ ലെവലിലായിരിക്കും അവരുടെ ബോഡി ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ മോഡ് ഓഫ് ന്യൂട്രീഷൻ ഈസ് ദേ ആർ ഹെട്രോട്രോപ്പിക്, ദാറ്റ് ഈസ് ഹോളോസോയിക് ആൻഡ് സാപ്രോഫൈറ്റിക് ഫോംസ് ആർ പ്രസൻറ്റ്, ദാറ്റ് ഈസ് അനിമേലിയ. അപ്പം ഇതാണ് അനിമേലിയയുടെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ. പ്രപ്പോസ് ചെയ്തത് R.H. വിറ്റക്കർ ആണ്. 1969 വന്നിട്ട് അദ്ദേഹം വന്നിട്ട് 5ആയിട്ടാണ് തിരിച്ചത്. കിങ്ഡം മൊണീറ, പ്രോട്ടിസ്റ്റ, ഫംഗി, പ്ലാന്റ് ആൻഡ് അനിമേലിയ. ഈ ഒരു ക്ലാസിഫിക്കേഷൻ നടത്തിയത് ചില ക്രൈറ്റീരിയയുടെ ബേസിസിലാണ്. അതൊക്കെ നമ്മൾ കണ്ടു. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു 5 കിങ്ഡത്തിൻ്റെ ജനറൽ ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സാണ് ഈ ഒരു ടേബിളിൽ വന്നിട്ട് എക്സ്പ്ലെയിൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ 5 കിങ്ഡം ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ, ഈ ഒരു ടോപ്പിക്ക് വന്നിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വേറൊരു ടോപ്പിക്കായിട്ട് കാണുന്നതായിരിക്കും. എല്ലാവർക്കും ബൈ ബൈ.